കണ്ണാന്ന് കളിയാക്കി വിളിക്കുന്നതായിരുന്നോ അതോ കളിയാക്കി വിളിക്കുന്ന? ഓലൊരു പക്ഷെ ഒരു ഹിന്ദുവിന്റെ പേര് എന്നുള്ള രീതിയിലായിരിക്കാം. അങ്ങനെ തന്നെയായിരുന്നോ വിളിക്കുന്നത്? എന്നുവെച്ചാല് ഞങ്ങളുടെ അവിടെയൊക്കെ താന്ന കാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ പേര് വിളിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഒരു പക്ഷെ അങ്ങനെയാണോന്നോ. താഴ്ന്ന കാസ്റ്റ് ഉദ്ദേശിച്ച് ഹിന്ദുക്കളിൽ അങ്ങനത്തെ പറയാൻ പാടില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അങ്ങനെ ഉദ്ദേശിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവര് കണ്ണ എന്ന് വിളിച്ചു. അപ്പൊ കണ്ണാന്ന് വിളിച്ച സമയത്ത് ഇത് ദൈവമാണ് എന്നുള്ളതോ അല്ലെ കണ്ണൻ എന്താണെന്നുള്ളതോ എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉമ്മാമന്റെ ആങ്ങളന്റെ കുടുംബാണ് ചുറ്റിലും, നമ്മുടെ ചുറ്റിലും ഉള്ളത്. ഞങ്ങൾക്ക് തന്നെ, എൻ്റെ ഉമ്മാമക്കൊക്കെ പൈസ കുറവാണ് എന്നല്ലാതെ മുതൽ ഒരുപാടുണ്ടായിരുന്നു. ഉമ്മാമക്ക് തന്നെ അവിടെ 1 ഏക്കർ സ്ഥലം, ഞങ്ങൾക്ക് തന്നെ 1 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്. ആ 1 ഏക്കറിൽ ഞങ്ങളുടെ വീട് മാത്രമേ ആ കാലത്തുള്ളായിരുന്നു. അപ്പൊ നമ്മുടെ ചുറ്റിലും ഹിന്ദു മതസ്ഥരോ ഉണ്ട് കേട്ടോ. അപ്പൊ ഹിന്ദു മതസ്ഥരെ വീട്ടിലേക്കൊന്നും എൻ്റെ ഉമ്മയോ ഒന്നും അങ്ങനെ പോകില്ല. വാപ്പ പോകും കേട്ടോ. വാപ്പ ബസ് പണിയെടുക്കുന്നതുകൊണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, 3 മതത്തെയും താങ്ങിക്കൊണ്ടുപോകുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ബസ്സാണ്. ബസ്സിൽ നിങ്ങൾ കയറിയവർക്കൊക്കെ കാണാം, ഒരു യേശു ഉണ്ടാവും, ഒരു ഹിന്ദു, ഒരു മക്ക മദീന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ഒരു ശിവനോ കൃഷ്ണനോ അങ്ങനെ ഉണ്ടാവും. വാപ്പ അത് കണ്ട് വളർന്ന ഒരു വ്യക്തി. അപ്പം വാപ്പക്ക് ജാതിയും മതവും അങ്ങനത്തെ ഒന്നുമില്ല. വാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവര് മിക്ക ആൾക്കാരും ഹിന്ദുക്കളാണ്. പക്ഷെ ഉമ്മ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മൂത്ത സിസ്റ്റർ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോയാൽ വെള്ളം കൂടി കുടിക്കാത്ത ഒരാളാണ്. അതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊക്കെ എന്തൊരു ചിന്താഗതിയാ. അല്ല, ഓൾക്ക് അത് ഇഷ്ടമല്ല. ഓളെ വീടിന്റെ അടുത്തൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഓക്കായിട്ട് സെപ്പറേറ്റ് അവർ സാധനം വാങ്ങിക്കൊടുക്കും, നീ തന്നെ വീട്ടിൽ നിന്ന് വെച്ചുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് അത് താല്പര്യം ഇല്ലാത്തല്ല നമ്മൾ നിർബന്ധിക്കണ്ടേ. ശരിയാണ്. പക്ഷേ അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാണ്, എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു സംഭാഷണം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ക്ലാരിറ്റി കൊടുക്കണമല്ലോ. അത് ആ വ്യക്തിയുടെ ഒരു താല്പര്യമാണ്. ഒരിക്കലും ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്നോ ക്രിസ്ത്യൻ്റെ വീട്ടിൽ നിന്നോ മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്നോ ബുദ്ധൻ്റെ വീടിൻ്റെ ജൈനൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞങ്ങൾ കഴിക്കും കേട്ടോ. എന്തും കഴിക്കും. എനിക്ക് ആ വിരോധമല്ല. ഞാൻ എന്നിട്ട് അവളോട് കളിയാക്കി ചോദിക്കൂ, എനിക്ക് വെറുതെ പറ്റൂലല്ലോ, നീ ഹോട്ടലിൽ പോയിട്ട് തിന്നലുണ്ടല്ലോ, അത് ആരും വെക്കലാന്ന് ചോദിക്കും. അവളോട് എന്നെ ചോദിച്ചിട്ടുണ്ട്. അല്ല, എന്തും കഴിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. കഴിക്കാൻ ഇഷ്ടമുള്ളത് കഴിക്കും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നമുക്ക് ഇഷ്ടമില്ലാത്തത് അതുണ്ട്. അത് പക്ഷേ ഞാൻ അറിയാൻ ഈ ഹലാൽ ഹറാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, നമ്മുടെ ഇസ്ലാം മതത്തിലാണ് അത് പ്രധാനമായിട്ടുള്ളത്. അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? എനിക്കങ്ങനെ വിശന്ന് വലിഞ്ഞു നിൽക്കുന്നവന്റെ മുമ്പില് വരുന്ന ഭക്ഷണം ദൈവമാണ്, അത് ഹലാലാണോ ഹറാമാണോ നല്ല നോക്കുക. മറുപടിയാ. അല്ല, നീ നോമ്പെടുക്കുന്ന ഒരാളാണ്. നോമ്പെടുത്ത് വാങ്ങി വിളിക്കുന്ന സമയത്ത് ഉമ്മ ഇത് ഹലാലോ ഹറാമോന്നോ ചോദിക്കല്ലേ, വാരി വിഴുങ്ങുകയോ ചെയ്യുക.